സീമന്തരേഖയിൽ സിന്ദൂരം മംഗല്യത്താലിതൻ സൗഭാഗ്യം സ്വയംവരം 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 സ്വയംവരം. നമസ്കാരം. സ്വയംവരം പവേർഡ് ബൈ മഹാലക്ഷ്മി സിൽക്സിൻ്റെ മറ്റൊരു ബ്രൈറ്റ് ആൻഡ് കളർഫുൾ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. സോ ഇന്നത്തെ നമ്മുടെ ജേർണി കേരളത്തിൻ്റെ തലസ്ഥാനത്തിലേക്കാണ്, ട്രിവാൻഡ്രം. അവിടെ നമുക്ക് വേണ്ടി ഇന്നത്തെ നമ്മുടെ ബ്യൂട്ടിഫുൾ കപ്പിളായ ഉണ്ണികൃഷ്ണൻ ആൻഡ് കാർത്തിക വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ ഒട്ടും സമയം കളയാണ്ട് നമുക്ക് നേരെ ട്രിവാൻഡ്രത്തിലേക്ക് പോവാം. സോ ഉണ്ണീനെ നമ്മൾ ഉണ്ണീന്ന് വിളിക്കുന്നതേ ഉള്ളൂ, പക്ഷെ ഉണ്ണികൃഷ്ണൻ എന്നാണ് ഫുൾ പേര് അല്ലേ? സോ ഉണ്ണീനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ പറയും. ഞാൻ ഉണ്ണികൃഷ്ണൻ, ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. ട്രിവാൻഡ്രം കോപ്പറേറ്റീവ് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അമ്മ ഓഫീസിൽ ഇവിടെ ആറ്റുകാൽ ട്രസ്റ്റ് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. പേര് ജയശ്രീ. ഒറ്റ മോനാണ്. ഓക്കെ. കാർത്തിക പേര് കാർത്തിക. ഇതുപോലെ പെറ്റ് നെയിം വല്ലതും ഉണ്ടോ? മാളു. ഓക്കെ. വീട്ടിലെ അമ്മയും ബ്രദറും. ഓക്കെ. ബ്രദർ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു, അമ്മ ഹൗസ് വൈഫ്. കാർത്തിക എന്താ ചെയ്യുന്നത്? ഞാൻ ഇവിടെ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യാം, ട്രിവാൻഡ്രത്ത്. ഓക്കെ. സോ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച രണ്ട് വ്യക്തികളാണ്. അറേഞ്ച്ഡ് മാരേജ് ആണോ ഇത്? ഓക്കെ. എങ്ങനെയായിരുന്നു ഒരു പ്രപ്പോസൽ? മാട്രിമോണിയൽ വഴിയാണ്. ഓക്കെ. പിന്നെ വീട്ടുകാര് മുമ്പോട്ട് വെച്ചു, ജാതകങ്ങൾ ചേരണം. ഓക്കെ. ജാതകം ചേർന്നു. ഈ ഒരു മാട്രിമോണിയൽ ശരിക്കും ഒരു ചലഞ്ച് അല്ലേ? മാട്രിമോണിയല് അതിന്റെ ഒരു എക്സ്പീരിയൻസ് പറയോ ഉണ്ണി? ഒരു യുദ്ധം പോലെ. എത്ര കാലം വേണ്ടി വന്നു ഒരു ഫൈനൽ ഒരു സെലക്ഷന് വേണ്ടിയിട്ട്? കുറച്ച് കാലം വേണ്ടി വന്നു. വെച്ചാൽ ഒരു കൂട്ടം പെണ്ണുങ്ങളെ നമ്മളിങ്ങനെ കാണിച്ചു തരും, എന്നിട്ട് അതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യണം. ഇതേപോലെ തന്നെ ആയിരിക്കും അവിടെ. അത് ഞാൻ ചോദിക്കുന്നുണ്ട്, പക്ഷെ ഉണ്ണിയുടെ ഒരു എക്സ്പീരിയൻസ്. അപ്പം കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു, ഇവിടെ പറഞ്ഞു ഇപ്പൊ നോക്കാന്ന് പറഞ്ഞു. 2-3 സെലക്ട് ചെയ്തു. ഓക്കെ. കാർത്തികയുടെ പ്രൊഫൈൽ കണ്ടപ്പോ എന്താണ് ഉണ്ണിക്ക് സ്ട്രൈക്ക് ചെയ്തത്? ഈ ഒരു പ്രൊഫൈൽ എന്തുകൊണ്ടാണ് നമുക്ക് എങ്ങനെ വെച്ചാൽ കൊള്ളാം, ലുക്ക് വൈസ് ഫസ്റ്റ് ഓഫ് കോഴ്സ് ഇഷ്ടപ്പെട്ടു. ഓക്കെ. നല്ല ഐശ്വര്യമുണ്ട്, പിന്നെ പാവമാണെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ആദ്യം അങ്ങോട്ടേക്കാണ് ഒരു റിക്വസ്റ്റ് പോകുന്നത്, ഇനിഷ്യേറ്റീവ് അങ്ങോട്ടേക്ക്. പിന്നെ അത് ഫാമിലി എല്ലാവരെയും സംസാരിച്ചു. ഞാൻ കാർത്തികയോട് ചോദിക്കട്ടെ, ഇങ്ങനെ കാർത്തികയുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ബുദ്ധിമുട്ടിയായിരുന്നോ? എങ്ങനെയാ ഈ ഒരു മാട്രിമോണിയൽ സൈറ്റ് വഴിയുള്ള പ്രപ്പോസൽ? ഉണ്ണിക്ക് അത്യാവശ്യം കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു എന്ന് പറഞ്ഞു, കുറച്ച് ടൈം എടുത്തു എന്ന് പറഞ്ഞു. കാർത്തികയ്ക്ക് എളുപ്പമായിരുന്നോ? ഞാനല്ല നോക്കിയിരുന്നത്, വീട്ടിലെ പേരൻസ് ആണ് നോക്കിയിരുന്നത്. ഓക്കെ. അവര് കാണിച്ചു തരും. ഓക്കെ. സോ ഉണ്ണിയുടെ മുമ്പ് ആരുടെയെങ്കിലും ഫോട്ടോസ്? ഫസ്റ്റ് ആണ്. സോ എന്താണ് ഉണ്ണിയുടെ ഫോട്ടോയും പ്രൊഫൈലും ഒക്കെ കണ്ടപ്പോ കാർത്തികയ്ക്ക് എന്താണ് തോന്നിയത്? നമുക്ക് പറ്റിയ ഒരു ലെവല്. എന്താണ് ആ പറ്റിയ ലെവല്? ഒരുപാട് ട്രാവലിംഗ് ചെയ്യുന്നുണ്ട്, ഫോട്ടോസൊക്കെ കണ്ടു, എനിക്കത് ഇഷ്ടപ്പെട്ടു. ഫേസ്ബുക്കിൽ ട്രാവലിംഗ് എനിക്ക് ഇഷ്ടമാണ്, ഡ്രൈവിംഗ് അതൊക്കെ ഇഷ്ടമാണ്. അപ്പൊ എല്ലാം കൊണ്ടും ഓക്കെ. സോ ട്രാവൽ ലൈഫിലൊക്കെ ഒത്തിരി ട്രാവൽ ചെയ്യാനുള്ള പ്ലാനിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മനസ്സിലാദ്യം വന്നത്. നിങ്ങളുടെ ഫസ്റ്റ് മീറ്റിംഗ് പെണ്ണ് കാണലിനൊക്കെ പോയോ? അതും യുദ്ധമായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് ഒരു 3-4 പേരായിട്ട് ഒരു വണ്ടിയില് പെണ്ണ് കാണാൻ പോയി. അവിടെ ഒരു ലോഡ് ബന്ധുക്കളുണ്ടായിരുന്നു കാർത്തികയുടെ വീട്ടില്. അത് കണ്ടപ്പോ തന്നെ ടെൻഷൻ. അതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ടായിരുന്നോ കാർത്തികയായിട്ട്? സംസാരിച്ചില്ല, അതിന് മുന്നേ ഫോട്ടോ ഒക്കെ കണ്ടു, അത്രേ ഉള്ളൂ. അവിടെ ചെന്നപ്പോ എന്തായിരുന്നു അവസ്ഥ? അവിടെ ചെന്നപ്പം പറയലേ, പ്രത്യേകിച്ച് നല്ല അവസ്ഥയൊന്നുമല്ലായിരുന്നു. അവിടെ ചെന്നു എല്ലാരും ക്വസ്റ്റ്യൻസ് ആയിരുന്നു, എന്താണ് ഏതാണ്. എല്ലാരും ബന്ധുക്കളെല്ലാം ആദ്യമായിട്ട് കാണണേ. ഒരു ജോബ് ഇന്റർവ്യൂ പോലെയായിരുന്നു. അതെ, അതിനും മേലെ അതൊക്കെ ഭയങ്കര
ഇതായിരുന്നു. ചോദിച്ചു. അത് കഴിഞ്ഞ് ആദ്യം ഒരു സെക്ഷൻ ആണെന്ന് ചോദിച്ചു. അത് കഴിഞ്ഞ് ഒരു മുറിക്കകത്ത് കുറെ അവരെ കുഞ്ഞമ്മമാരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ആ മുറിക്കകത്തേക്ക് തള്ളിവിട്ടു. അവിടെ നിന്ന് അവർ കുറെ ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു മുറിയിൽ കൊണ്ടിട്ട് പെണ്ണിന്റെ സംസാരിക്കാൻ മറ്റേ ഈ ഉസ്താദ് ഹോട്ടലിലൊക്കെ കാണും പോലെ സൗണ്ട് മൊത്തം പുറത്തേക്കാം, ആൾക്കാർ നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സെറ്റപ്പില് പെണ്ണിനെ ആദ്യമായിട്ട് കണ്ടു. സോ ചിലവർക്ക് പല ദിവസങ്ങളായിട്ടായിരിക്കും ഒരേ റൗണ്ട്, പക്ഷെ ഉണ്ണിയുടെ കാര്യത്തിൽ ഒരു ദിവസം തന്നെ പല റൗണ്ട് ആയിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചല്ലോ, എന്തെങ്കിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫണി ആയിട്ട് എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ആരെങ്കിലും ചോദിച്ചോ? ചോദിച്ചു. ഫണിയായിട്ട് അപ്പോഴത്തെ ടെൻഷനിൽ ചോദ്യമൊന്നും മനസ്സിലായില്ല. അതൊന്നും അവരൊന്ന് ചോദിക്കും, പിന്നെ വേറെ ഒന്ന് മറുപടി പറയും. കുറെ നേരം അവിടെ ടി വി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നോക്കി കുറെ നേരം നിന്നു. അപ്പൊ ഒരാൾ വന്നു ആ ടി വി നോക്കി, ആ ഒരാശ്വാസം പോയി. ഇനി പത്രം ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കുറച്ചു നേരം തുറന്നു നോക്കി. എന്നിട്ടും രക്ഷയില്ല. പത്രം വെള്ളം കൊണ്ടുവന്നപ്പോഴത്തേക്ക് അത് എടുത്തോണ്ട് അവർക്ക് മൊത്തം കോൺസെൻട്രേഷൻ വേണമായിരുന്നു. ഏതെങ്കിലും ഒരു ചോദ്യത്തിൽ പെട്ടുപോയി എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നോ? ചോദ്യത്തില് പെട്ടുപോയി ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചോദ്യം ചോദിക്കുമെന്ന് വിചാരിച്ചോ? അങ്ങനെയൊന്നുമില്ല. ചോദിച്ചതന്നെ വീണ്ടും വീണ്ടും ചോദിച്ചത് പേര്, നാള്, എവിടെ വർക്ക് ചെയ്യുന്നു, എത്ര നാളായി കയറിയിട്ട്. ഈ പെണ്ണ് കാണാൻ പോണേന് മുമ്പ് എന്തെങ്കിലും പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നോ? പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ ഒന്നും ഇല്ലായിരുന്നു. പെണ്ണ് കാണാൻ പോകണമെന്നുള്ള രീതിക്കല്ലായിരുന്നു എന്നെ ഇവിടുന്ന് കൊണ്ടുപോയത്. അവിടെ ഏറ്റുമാനൂർ അമ്പലത്തിൽ പോകണമെന്നുള്ള രീതിക്കാണ് ഇവിടുന്ന്. അറിയില്ലായിരുന്നു. അപ്പം സർപ്രൈസ് ആയിട്ട് പോവായിരുന്നു. പോയപ്പോഴാണ് പോണ വഴിയാണ് പറഞ്ഞത്, പിന്നെ എടുത്ത് ചാടാൻ പറ്റില്ല. അതെന്താ അവര് പറയാണ്ടിരുന്നത്? എന്താ കല്യാണത്തിനോട് കല്യാണത്തിനോട് എതിർപ്പുള്ള ആളായിരുന്നു? എതിർപ്പൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ വേണ്ട എന്നുള്ള അപ്പം പറഞ്ഞ് കൊള്ളാം, പ്രൊഫൈലെ കൊള്ളാം നോക്കി. അപ്പം പെട്ടെന്ന് പറഞ്ഞ 2 വർഷം ഗ്യാപ്പ് ആദ്യമേ പറഞ്ഞിരുന്നു. പിന്നെ അത് മാറി. അപ്പം പെട്ടെന്ന് പെണ്ണ് കാണല് വേണം എന്ന് പറഞ്ഞ് അങ്ങനെ ഇവര് പ്ലാൻ ചെയ്തതിനു ശേഷം പോണ വഴിക്കാണ് പറയുന്നത്. അവിടെ ചെന്ന് പെട്ടു. 4 സൈഡിൽ നിന്നും പെട്ടു. കൂടെ ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി ഇപ്പൊ ഇല്ല, പുള്ളി ബാംഗ്ലൂരാണ്. അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്ക് എല്ലാരും എന്റെ അടുത്ത് നിന്ന് മാറി. പിന്നെ ഞാൻ തന്നെ ഇട്ടു. അവരൊക്കെ അകത്ത് പോയി, പെണ്ണുങ്ങളെല്ലാം ആ വഴിക്ക് പോയി. കൂടെ ഒരാണുണ്ടായിരുന്നു, അവനും. ഈ ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അവസാനം കാർത്തികേയനെ കാണാൻ കിട്ടിയല്ലോ. ഫസ്റ്റ് ആയിട്ട് കണ്ടപ്പോ എന്താ മനസ്സിൽ ലഡ്ഡു പൊട്ടിയോ? മനസ്സിൽ ലഡ്ഡു പൊട്ടി. അപ്പൊ തീരുമാനിച്ചോ? കല്യാണം. ഇവരൊക്കെ ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചു. അവസാനം കാർത്തിക എന്താ ചോദിച്ചേ? പേരെന്താന്ന് ചോദിച്ചു. ചുമ്മാ 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 പേരെന്താന്ന് ചോദിച്ചു. ശരി, പിന്നെ വേറെ ഒന്നും സംസാരിക്കാനല്ല, ഇങ്ങനെ താഴോട്ട് കുത്തി നിൽക്കുന്നു. കാർത്തിക പറ എന്താ സംഭവിച്ചത്? കൂളായിട്ട് തന്നെ കഴിഞ്ഞു, അത്രേ ഉള്ളൂ. എന്തൊക്കെയായിരുന്നു? കാർത്തിക് ഇവരോട് ഇത്രയും ചോദ്യങ്ങൾ റിലേറ്റീവ്സ് ചോദിച്ചെന്ന് പറഞ്ഞില്ലേ? നേരത്തെ തന്നെ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇത് ചോദിക്കണം അത് ചോദിക്കണം? അവര് ചുമ്മാ ചോദിച്ചു, കാഷ്വൽ ആയിട്ട് എല്ലാവരും സംസാരിച്ച് അവസാനം ആ ചിറ്റ കൊണ്ടുവന്ന് കോഫിയൊക്കെ കൊടുത്തു. പിന്നെ ഞാൻ വന്നു, കണ്ടു. എന്തായിരുന്നു കാർത്തിക് അറിയേണ്ടത് ആ സമയത്ത്? ഒന്നും അറിയണ്ട. ഒന്നും ചോദിക്കാൻ പറ്റുന്ന ഒരവസ്ഥ ആയിരിക്കുമല്ലോ. അപ്പോ എല്ലാരും ഉണ്ട്. കാർത്തിക് ഈ ഒരു വന്നു പോയതിനു ശേഷം അപ്പൊ തന്നെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റിയോ? അതോ പേരൻസിന് വിട്ടുകൊടുത്തതാണോ? രണ്ടും ഉണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നല്ലൊരു റിലേഷൻ. ഓക്കെ. സോ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ എൻഗേജ്മെന്റ് പിന്നെ എപ്പോഴായിരുന്നു? ഒക്ടോബർ ആയിരുന്നു. ഓക്കെ. അല്ല, എത്ര ടൈം? ഉടനെ തന്നെ ഒരു മാസത്തിനകം. ഓക്കെ. 2 വർഷത്തേക്ക് കല്യാണം വേണ്ടെന്ന് പറഞ്ഞ ആള് എൻഗേജ്മെന്റ് ആയി. എൻഗേജ്മെന്റ് കഴിഞ്ഞ് അപ്പ ആദ്യം 1 വർഷം ഗ്യാപ്പ് പറഞ്ഞായിരുന്നു. ഓക്കെ. പിന്നെ 6 മാസമായി. 2 കൊല്ലത്തേക്ക് കല്യാണം വേണ്ടെന്ന് പറഞ്ഞ ആള് 1 മാസത്തിനുള്ളിൽ അല്ല എൻഗേജ്മെന്റ് നടത്തി. ഓക്കെ. ഇനിയിപ്പോ ഓൾമോസ്റ്റ് 6 മാസമായി. ഇനി കല്യാണമാണ്. ഓക്കെ. സോ കല്യാണത്തിന്റെ വിശേഷങ്ങൾ ചോദിക്കട്ടെ. 6 മാസം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു അധികം ടൈം ഇല്ല അല്ലേ? അതും സോ എങ്ങനെ പോകുന്നു കല്യാണത്തിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ? കല്യാണത്തിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ പെട്ടെന്ന് പോകുന്നു. ഓക്കെ. ഭയങ്കര
ഓൾമോസ്റ്റ് ആയോ, ഇനി ഒരാഴ്ച ഓക്കെ. സോ കല്യാണത്തിന്റെ കൂടുതൽ പ്രിപ്പറേഷൻസ് എപ്പോഴും പെൺകുട്ടികൾക്കായിരിക്കും അല്ലെ, ഷോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞ്. സോ എല്ലാ ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഓക്കെ. സോ ഒരു ഹിന്ദു നായർ വെഡിങ് അല്ലേ, സോ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വെഡിങ് ആണോ നിങ്ങളുടെ നടക്കാൻ പോകുന്നത്? അതാണോ പ്ലാൻ ചെയ്തേക്കുന്നത്? ഓക്കെ. സോ ഹിന്ദു കല്യാണം യൂഷ്വലി നടക്കുന്നത് കൂടുതലും പെണ്ണിന്റെ സൈഡിലാണ്. ഓക്കെ. സോ നിങ്ങളുടെ കല്യാണത്തിന്റെ മുമ്പായിട്ട് എന്തെങ്കിലും ചടങ്ങുകളുണ്ടോ? കല്യാണത്തിന്റെ തലേദിവസം പെണ്ണിന്റെ വീട്ടിൽ ഒരു മൈലാഞ്ചി വെഡിങ് ഉണ്ട്. ഓക്കെ. അത് ഒരു വലിയൊരു ഫംഗ്ഷനാണ് ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക്, കോട്ടയം സൈഡിലേക്ക്. അന്ന് കയ്യിലെല്ലാവരും മൈലാഞ്ചിയൊക്കെ ഇട്ട് ദക്ഷിണയൊക്കെ കൊടുക്കും. അതൊരു വലിയൊരു ചടങ്ങായിട്ട് അവിടെ കോട്ടയം സൈഡിലേക്കുണ്ട്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ മെയിൻ എന്ന് പറഞ്ഞത് കല്യാണം. ഓക്കെ. കല്യാണം കഴിഞ്ഞിട്ട് റിസപ്ഷനോ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയുണ്ട്. ഞങ്ങളുടെ ഇവിടുന്ന് ഒരുപാട് ആൾക്കാർക്ക് അങ്ങ് എത്താൻ പറ്റത്തില്ല. ഓക്കെ. അപ്പൊ അതിന് വേണ്ടിട്ട് ഇവിടെ ഒരു ഫംഗ്ഷൻ ആവശ്യത്തിന് ഫംഗ്ഷൻസ് ഉണ്ട് ഒരുപാട്. അപ്പൊ അത്യാവശ്യം നല്ലോണം ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ പ്ലാൻ ചെയ്തില്ല. സോ എങ്ങനെയാണ് കല്യാണത്തിന്റെ തലേദിവസം മൈലാഞ്ചി കല്യാണം ഉണ്ടെന്ന് പറഞ്ഞു, എന്താണ് മൈലാഞ്ചി കല്യാണത്തിന് ഇടാൻ പ്ലാൻ ചെയ്തത്? മൈലാഞ്ചി കല്യാണത്തിന് ഒരു ധാവണി ചെയ്തിരിക്കുന്നത് ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെ അഹം എന്ന് പറഞ്ഞ ഒരു ബൊട്ടിക്, അവിടെയാണ് എല്ലാം ഏൽപ്പിച്ചേക്കുന്നത്. ദിനു എന്ന് പറഞ്ഞ ചേച്ചിയുടെയിലേക്കാണ് എല്ലാം ഏൽപ്പിച്ചേക്കുന്നത്. കല്യാണത്തിന്റെ സാരിയുടെ ബ്ലൗസ് ഞങ്ങൾക്ക് 3 സാരി ഉണ്ട്. അതിൽ ഒരു സെറ്റ് മുണ്ടുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് ചേച്ചിയാണ് ചെയ്തിരിക്കുന്നത്. കസവില് ഡിസൈൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് തന്നെ ബ്ലൗസിലും വന്നിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഗോൾഡൻ കളർ ജെറി വരുന്ന സ്ഥലത്ത് വർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഓക്കെ. ഓക്കെ. സോ കല്യാണത്തിന്റെ തലേദിവസം ധാവണിയാന്ന് പറഞ്ഞല്ലോ. സോ ടിപ്പിക്കൽ ഒരു സൗത്ത് ഇന്ത്യൻ തമിഴ് സ്റ്റൈൽ അങ്ങനെ എന്തെങ്കിലും ആണോ? ഒരു ഓൾഡ് സ്റ്റൈൽ 17 ആ സ്റ്റൈലില്. ഓക്കെ. ഹെയർ സ്റ്റൈൽ ആണെങ്കിലും ആ രീതിയിൽ. കല്യാണത്തിന് എന്താണ് 3 സാരി മാറുന്നത്? സോ എപ്പോഴൊക്കെ ആയിട്ടാണ് ഈ 3 സാരികൾ ഇടുന്നത്? എന്തൊക്കെയാണ് ഈ ചൂസ് ചെയ്ത് വെച്ചേക്കുന്നത് കളേഴ്സും? ആദ്യം ഫസ്റ്റ് സാരി നമ്മൾ ഇവിടുന്ന് ഉടുത്തോണ്ട് പോകുന്ന ഒരു സാരി, അതാണ് താലി കെട്ടുന്ന ആ ചടങ്ങിന് വേണ്ടിയിട്ടുള്ള സാരി. അതിൽ ഒരു കോപ്പറിഷ് റെഡ് കളർ സാരി. അത് കഴിഞ്ഞിട്ട് അതും ഇതുപോലെ എന്തെങ്കിലും പ്രത്യേകം ഡിസൈൻ ബ്ലൗസ് എല്ലാം ഡിസൈൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത് വരുന്നത് പയ്യന്റെ വീട്ടിൽ നിന്ന് തരുന്ന 2 സാരി ഉണ്ട്. അത് ഒരെണ്ണം നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുമ്പോഴത്തേക്കും ഒരു സെറ്റും ഉണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്തെടുത്തത്. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ എടുക്കാനായിട്ട് ഒരു സാരി, ചെറുക്കന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അതൊരു ബ്ലൂ കളർ സാരി. അതും വർക്ക് ചെയ്തെടുത്തൊരു സാരി അല്ല ബ്ലൗസ്. സോ കാർത്തികയ്ക്ക് വേണ്ടി ഈ ഒരു സ്പെഷ്യൽ ഡേ ഈവൻ മോർ സ്പെഷ്യൽ ആക്കാനായിട്ട് മേക്കപ്പ് ചെയ്യാൻ എത്തിയേക്കുന്നത് നമ്മുടെ സ്വന്തം ലക്ഷ്മി ചേച്ചിയാണ്. ലക്ഷ്മി ചേച്ചിനെ നമുക്ക് നമ്മുടെ മേക്ക് ഓവർ സെഗ്മെന്റ്സിലൂടെ നല്ലോണം പരിചയമുണ്ട്. സോ ലക്ഷ്മി ചേച്ചിയാണ് ഇന്നത്തെ ഒരു ഡേ സ്പെഷ്യൽ ആക്കാൻ പോകുന്നത് കാർത്തികയ്ക്ക് വേണ്ടി. നമ്മുടെ ടിപ്പിക്കൽ ഹിന്ദു ബ്രൈഡ്സ് എന്ന് പറയുമ്പം ഒരു സെറ്റ് പാറ്റേൺ ഉണ്ട്, ട്രഡീഷണൽ ലുക്ക്. അതായത് മുടിയൊക്കെ പിന്നിയിട്ട് ഒരുപാട് മുല്ലപ്പൂവൊക്കെ വെച്ച ഒരു ലുക്കാണ് യൂഷ്വലി നമ്മൾ കാണാറുള്ളത്. പക്ഷേ ഇവിടെ കുറച്ചൊരു ട്വിസ്റ്റ് ഉണ്ട്. കാർത്തികയ്ക്ക് വേണ്ടി മുല്ലപ്പൂവിനേക്കാളും കൂടുതൽ ഇവർ പ്ലാൻ ചെയ്തേക്കുന്നത് റോസസ് ഉപയോഗിക്കാനാണ്. സോ റെഡ് റോസസ് ഇവർ സ്പെഷ്യലായിട്ട് പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്ത് ഒരു പ്രത്യേക പാറ്റേണിൽ അത് മുടിയിൽ വെക്കാൻ പാകത്തിന് ഡിസൈൻ ചെയ്ത് തമിഴ്നാട് നിന്ന് വരുത്തിക്കുകയാണ് ചെയ്യുന്നത്. സോ കുറച്ച് ട്രഡീഷണൽ ആണെങ്കിലും യെറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ലുക്കായിരിക്കും കാർത്തികയ്ക്ക്. അതെന്താണെന്ന് നമുക്കൊന്ന് കാണാം. ഇന്നത്തെ നമ്മുടെ മേക്ക് ഓവർ സെഗ്മെന്റ് തുടങ്ങാനുള്ള സമയമായി. കാർത്തിക ഇവിടെ റെഡി ആയിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ലക്ഷ്മി ചേച്ചിയും റെഡി ആയിട്ടുണ്ട്. സോ നമുക്ക് ലക്ഷ്മി ചേച്ചിയോട് ചോദിക്കാം, ചേച്ചി എന്താണ് കാർത്തികയ്ക്ക് വേണ്ടി ഇന്ന് ചേച്ചി പ്ലാൻ ചെയ്തേക്കുന്നത്? അല്ല, കാർത്തികയ്ക്ക് ജസ്റ്റ് ഒരു മേക്ക് ഓവർ സെക്ഷൻ കൊടുക്കാം നമുക്ക്. ഒരു ലൈറ്റ് മേക്കപ്പ് അത്ര ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പിന്നെ ബ്രൈഡിൻ്റെതായിട്ട് ഒരു ട്രയൽ മേക്കപ്പ്. ഓക്കെ. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് കാർത്തികയ്ക്ക് ഓൺ ദ വെഡിങ് ഡേ ലക്ഷ്മി ചേച്ചി തന്നെയാണ് മേക്കപ്പ് ചെയ്യാൻ പോകുന്നത്. സോ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാം. പക്ഷേ ഇപ്പോൾ ഏതായാലും നമ്മുടെ ഈ ഒരു ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ഒരു ബ്രൈഡ് ആവാൻ പോകുന്നതിൻ്റെ ഉള്ള ഒരു പാമ്പറിങ്ങും ഒരു ട്രയലും നമുക്ക് എന്തൊക്കെ
എന്തൊക്കെയാ ചെറിയ ചെറിയ മേക്ക് ഓവേഴ്സ് കൊണ്ടുവരാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ഓവർ ടു യു ലക്ഷ്മി ചേച്ചി. സോ നമ്മുടെ മേക്ക് ഓവർ സെഗ്മെൻറ്റ് ഇൻ പ്രോഗ്രസ് ആണ്. ലക്ഷ്മി ചേച്ചി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ആദ്യത്തെ സ്റ്റെപ്സ്, അതായത് ഫൗണ്ടേഷൻ, കൺസീലിംഗ്, ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ശരിക്കും ഈ ഒരു മേക്ക് ഓവർ നമ്മൾ ചെയ്യുന്നത് ഒരു ബ്രൈഡൽ മേക്ക് ഓവർ, അതായത് ഫൈനൽ വെഡ്ഡിങ് ഡേയുടെ മുമ്പായിട്ട് ഒരു എങ്ങനെ ഇരിക്കും ഫൈനലായിട്ട്, ബിക്കോസ് ഒരുപാട് ആൾക്കാർക്ക് ഒരു പക്ഷേ ഹെവി മേക്കപ്പ് ഇട്ടിട്ട് ശീലമില്ല. ആദ്യമായിട്ട് ഇങ്ങനെ ഹെവി മേക്കപ്പ് ചെയ്യുന്നത് കല്യാണത്തിൻ്റെ ടൈമിലാണ്. സോ ഇങ്ങനത്തെ ഒരു മേക്ക് ഓവർ സെഷൻ കിട്ടുമ്പോൾ അവർക്കൊരു ഐഡിയ കിട്ടും എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്, ഇതിനേക്കാളും വേറെ എന്തൊക്കെ അഡീഷണൽ ചെയ്യണം, എന്തൊക്കെ കുറയ്ക്കണം, അങ്ങനത്തെ ഒരു ബേസിക് ഒരു ഐഡിയ കിട്ടും. സോ ആസ് ദാറ്റ് ഈസ് ഇൻ പ്രോഗ്രസ്, ഇപ്പം ഒരു സമ്മർ സീസൺ ആണ്. സോ ഏതൊരു ബ്രൈഡിൻ്റെയും ആഗ്രഹം എന്ന് പറയുന്നത് ടു ലുക്ക് ബ്യൂട്ടിഫുൾ ആൻഡ് ഗോർജിയസ്. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നല്ല സ്കിൻ ഉണ്ടാവുക എന്നുള്ളത്, അതായത് നല്ല സ്കിൻ ടോൺ, നല്ല കംപ്ലക്ഷൻ, പിമ്പിൾസ് ഒന്നും ഇല്ലാണ്ട്, ബ്ലാക്ക് മാർക്സ് ഒന്നും ഇല്ലാണ്ട്, നല്ല ഒരു ഈവൻ ആയിട്ടുള്ള നല്ല സ്കിൻ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ എല്ലാവരുടെയും ആഗ്രഹം. സോ ഈ സമ്മർ സീസൺ എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ കെയർ എടുക്കേണ്ട ഒരു സമയമാണ്. കാരണം ക്ലൈമാറ്റിക് കണ്ടീഷൻസ് നമുക്ക് അത്ര ഫേവറബിൾ അല്ല. അറിയാം, ഒരുപാട് ചൂടാണ്. എസ്പെഷ്യലി ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഓൾ ഓവർ ദ വേൾഡ് ഭയങ്കര ചൂടായിട്ടുള്ളൊരു സമയമാണ്. സോ അന്നത്തെ ഒരു ദിവസം നമുക്ക് നന്നായിട്ട് ഇരിക്കണമെങ്കിൽ അന്ന് മാത്രം കെയർ ചെയ്താൽ പോരാ, നമുക്കതിൻ്റെ ഒരു കെയർ കുറച്ച് മുമ്പേ തന്നെ തുടങ്ങണം. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. സോ മേക്കപ്പ് പുറത്ത് അപ്ലൈ ചെയ്യുന്ന ഒരു സംഭവമായിരിക്കും, പക്ഷേ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് വാട്ട് ഈസ് ഇൻറ്റേർണൽ ഇസ് വാട്ട് റിഫ്ലെക്ട്സ് എക്സ്റ്റേർണൽ. സോ ഇഷ്ടം പോലെ ധാരാളം വെള്ളം കുടിച്ചോളുക. അതുപോലെ തന്നെ സൺസ്ക്രീൻ, നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണമെന്ന്. സോ സൺസ്ക്രീൻ തീർച്ചയായിട്ടും സമ്മേഴ്സിൽ മാത്രമല്ല ത്രൂ ഔട്ട് ദ ഇയർ നമുക്ക് അപ്ലൈ ചെയ്യണം. നമ്മൾ സൺസ്ക്രീൻ വാങ്ങിക്കുമ്പം അതിൽ SPF എന്നുള്ളൊരു സംഭവം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ SPF എന്ന് പറഞ്ഞാൽ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ. ഇത് പല നമ്പേഴ്സിലുണ്ട്. SPF 15 ഉണ്ട്, 30 ഉണ്ട്, 50 ഉണ്ട്, ഹയർ 100 ഉണ്ട്. സോ ഈ SPF കൂടുന്നതനുസരിച്ച് നമുക്ക് കൂടുതൽ സൺ പ്രൊട്ടക്ഷൻ കിട്ടും. സോ എസ്പെഷ്യലി കേരളത്തിൽ ഇത്രയും ഹോട്ട് ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും SPF ഹയർ ആയിട്ടുള്ള ഒരു നമ്പർ നോക്കി വാങ്ങുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഭയങ്കര ബെനിഫിഷ്യൽ ആയിരിക്കും. അതോടൊപ്പം തന്നെ ഈ സൺസ്ക്രീൻ പറ്റുന്നത് ജസ്റ്റ് പുറത്തിറങ്ങുന്നതിന് മുമ്പല്ല, ഒരു 3 മണിക്കൂർ മുമ്പെങ്കിലും നമുക്ക് സൺസ്ക്രീൻ പറ്റണം, എന്നാലേ അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവുള്ളൂ. ആൻഡ് എവറി 3 hours നമുക്ക് അപ്ലൈ ചെയ്യണം. പിന്നെ കുട കൊണ്ട് നടക്കുക എന്നുള്ളത് നമുക്കൊക്കെ പറ്റുന്ന ഒരു കാര്യമാണ്. സോ കുട എപ്പോഴും ഹാൻഡി ആയിട്ട് കരുതിക്കൊള്ളുക. അതുപോലെ തന്നെ കോട്ടൺ ക്ലോത്ത്സ്, ഈ ഒരു സമ്മേഴ്സിന് ഏറ്റവും ബെസ്റ്റായ ഒരു കാര്യമാണ് കോട്ടൺ ലൈറ്റ് ഷെയ്ഡ് ക്ലോത്ത്സ്. ബ്ലാക്കും അങ്ങനത്തെ ഡാർക്ക് കളേഴ്സൊക്കെ അവോയ്ഡ് ചെയ്ത് നല്ല കോട്ടനൊക്കെ ഇടുമ്പോൾ നമുക്ക് സ്വെറ്റും ആവും. അതോടൊപ്പം നമ്മുടെ സ്വെറ്റ് ചെയ്ത് സ്കിന്നൊക്കെ പോഴ്സൊക്കെ തുറക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിനൊരു പ്രത്യേക ഗ്ലോ ഒക്കെ കിട്ടും. സോ ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഈ സമ്മേഴ്സിൽ ബ്രൈഡ്സിന് ടേക്ക് കെയർ ചെയ്യേണ്ട കാര്യങ്ങൾ. സോ നമുക്ക് നോക്കാം ലക്ഷ്മി ചേച്ചിയുടെ പ്രോഗ്രസ് എത്രത്തോളം ആയിട്ടുണ്ട്. സോ ചേച്ചി, കാർത്തികയുടെ സ്കിൻ ആസ് ഇറ്റ് ഈസ് നല്ല സ്കിന്നാണ്. യൂഷ്വലി കല്യാണത്തിന് മുമ്പാണ് എല്ലാവരും ഒരുപാട് ട്രീറ്റ്മെന്റ്സിനൊക്കെ പോകുന്നത്. സോ ചേച്ചി എന്താണ് കാർത്തികയ്ക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നത്? കാർത്തികയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഫേഷ്യൽ ജസ്റ്റ് ഒരു ഫേഷ്യലിന്റെ ആവശ്യമുള്ളൂ. അത് നമ്മുടെ ഫ്രഞ്ച് മേക്കപ്പ് ആണെങ്കിൽ അതിനൊരു ഫേഷ്യലേ കൊടുക്കാറുള്ളൂ, പിന്നെ ഒരു മാസ്കും കൂടെ കൊടുക്കാറുണ്ട്. അതിന്റെ ഒരു ആവശ്യം വന്നില്ല കാർത്തികയ്ക്ക്, കാരണം സ്കിൻ വളരെ നല്ലതായതുകൊണ്ട് 2 ദിവസം മുമ്പ് മാത്രം നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, ഫേഷ്യൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു. ഓക്കെ. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം കാർത്തികയുടെ സ്കിൻ നല്ലതായതുകൊണ്ട് ഇനി ഇതൊന്ന് പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആൻഡ് ഈ ഒരു കല്യാണ സമയമാകുമ്പോൾ തീർച്ചയായിട്ടും ലാസ്റ്റ് മിനിറ്റ് ഒരുപാട് പുറത്തേക്കുള്ള ഓട്ടങ്ങളും തിരക്കുകളും ഷോപ്പിങ്ങും എല്ലാം കാണും. സോ ടേക്ക് കെയർ ഓഫ് യുവർ നാച്ചുറലി ബ്ലെസ്ഡ് സ്കിൻ, അല്ലേ ചേച്ചി? സോ അതാണ് നമുക്കും പറയാനുള്ളത്. സോ എനിവേ, കാർത്തികയുടെ മേക്ക് ഓവറിനെ കുറിച്ച് നമ്മൾ മേക്ക് ഓവർ കണ്ടു കഴിഞ്ഞു. കല്യാണത്തിൻ്റെ ഒരു പ്രത്യേക പാറ്റേൺ ഒക്കെ ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കാർത്തിക,
ട്രഡീഷണൽ ആയിട്ടാണ് യൂഷ്വലി എങ്ങനെയാണ് കാർത്തികയുടെ ഒരു ഡ്രസ്സിങ് സെൻസ്? ഇതുപോലെ ട്രഡീഷണൽ ആയിട്ട് ഡ്രസ് ചെയ്യാനാണോ ഇഷ്ടം, അതെയോ മോഡേൺ ജീൻസും? എങ്ങനെയാണ് ആക്ച്വൽ കാർത്തിക? രണ്ടും താല്പര്യമാണ്. ഓക്കെ. എന്നാലും വെഡിങ് ട്രഡീഷണൽ ആയിട്ട് ആ രീതിക്ക് തന്നെ പോകണം. വെഡിങ് ട്രഡീഷണൽ ആയിരിക്കണം എന്ന് പറഞ്ഞു. എന്നാ ഹെയർ പിന്നി വേണം, പിന്നലും ഉണ്ടാവണം. എന്നാ കുറച്ച് മോഡേൺ ടൈപ്പ് ആയിരിക്കണം. പഴയ പോലെ ഈ ട്രഡീഷണൽ ലുക്കിൽ ഹെയർ വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നോർമലി വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ കട്ട് ചെയ്ത് ഷോൾഡറിന്റെ അവിടെ നിന്ന് ഫ്ലവർ കട്ട് ചെയ്തിടുക. അപ്പൊ അങ്ങനെ വേണ്ട, കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ആയിക്കോട്ടെ. എന്നാൽ ഹെയർ താഴേക്ക് പിന്നിലും ഉണ്ടാവണം. ചേച്ചി നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഫ്ലവേഴ്സ് സ്പെഷ്യൽ ആയിട്ട് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ. ശരിക്കും റോസിന്റെ ഒക്കെ സ്ഥലം അവിടെ നിന്നാണോ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അറേഞ്ച്മെന്റ് കിട്ടുന്നത്? ഏറ്റവും കൂടുതൽ മുല്ലപ്പൂവും റോസും തമിഴ്നാട്ടിൽ നിന്ന് വരാറുണ്ട്. അപ്പം തമിഴ്നാടുമായിട്ട് എനിക്ക് ചെറിയൊരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ യൂഷ്വലി ഞാൻ ബേസിക്കലി തമിഴിയൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നിന്ന് തന്നെ നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തും. അപ്പൊ നമ്മൾ പറയുന്ന രീതിയിൽ അവരത് ചെയ്ത് സെറ്റ് ചെയ്ത് അതിനനുസരിച്ച് കൊണ്ടുവന്നതാണ്. സോ അതിന്റെ റെഫറൻസും കാര്യങ്ങളും ഒക്കെ ചേച്ചി ഓൾറെഡി അയച്ചു കൊടുത്തു കഴിഞ്ഞു. അപ്പൊ അവിടുന്ന് ബസ്സിൽ കൊടുത്തേക്കും, നമ്മൾ ഇവിടുന്ന് കാലത്ത് തന്നെ വാങ്ങും. ഓക്കെ. സോ ഇത് നമ്മൾ മറ്റൊരു ട്രെൻഡാണ് ശരിക്കും കണ്ടുവരുന്നത്. കാരണം എല്ലാവരും പണ്ടൊക്കെ വെറും പിന്നിയിട്ട് പൂവെക്കലായിരുന്നു ഒരു രീതി. സോ ഇപ്പൊ അതിന് തന്നെ പലതരത്തിലുള്ള ഡിസൈൻസ് ഉണ്ട്. സോ ഇതുപോലെ നമുക്ക് നേരത്തെ തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കോൺടാക്ട് ചെയ്ത് നമ്മുടെ ഫേസിന്റെ ഷേപ്പും നമ്മുടെ ഫീച്ചേഴ്സും അനുസരിച്ച് ഇതുപോലെ പാറ്റേൺ സെറ്റ് ചെയ്ത് അവർക്ക് റെഫറൻസ് അയച്ചു കൊടുത്താൽ അവർ ആ പാറ്റേണും ഡിസൈനും അതുപോലെ തന്നെ എന്ത് ഫ്ലവർ വേണോ സെറ്റ് ചെയ്ത് നമുക്ക് അയച്ചു തരും. അത് നമുക്കത് ഉപയോഗിക്കുകയും ചെയ്യാം. അതേപോലെ തലേ ദിവസം ആണെങ്കിലും ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെയും പോലെ വേണ്ട, എനിക്ക് 3 ഫ്ലവർ ഇങ്ങനെ റോസിന്റെ ഫ്ലവർ വെച്ചുള്ള ഹെയർ സ്റ്റൈൽ മതി എന്ന് പറഞ്ഞു. അതും അതേപോലെ തന്നെയാണ്, ഒരു 5-6 റോസപ്പൂ വെച്ച് ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ. തലേദിവസത്തെ ഫംഗ്ഷൻ എന്താണ്? മൈലാഞ്ചി കല്യാണമുണ്ട്. ഓക്കെ. സോ അന്നത്തെ ലുക്ക് ട്രഡീഷണൽ തന്നെയാണ്, അത് കുറച്ചുകൂടെ ഒരു ഓൾഡ് പണ്ടത്തെ വിന്റേജ് സ്റ്റൈല്, തലമുറയൊക്കെ ഇങ്ങനെ 70s 80s ഒരു സ്റ്റൈൽ, അതാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഇതിന്റെ ട്രയൽ ഒക്കെ കഴിഞ്ഞോ? ട്രയല് സോ വളരെ ഡിഫറെന്റ് ആയിരിക്കും അല്ലേ? യൂഷ്വലി എല്ലാവരും പറയുന്നത് മോഡേൺ ആയിട്ട് വേണമെന്നൊക്കെയാ. ഇതൊരാളൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് നമ്മുടെ വിന്റേജ് സ്റ്റൈൽ 70s 60s അന്നത്തെ കാലഘട്ടത്തിൽ മുടിയൊക്കെ പൊക്കിയൊക്കെ ആയിരിക്കും, സൈഡിലേക്ക് ചീവി റോസപ്പൂക്കെ വെച്ച്. ഓക്കെ. സോ ഏതായാലും നമുക്ക് ഈ വിശേഷങ്ങളെല്ലാം കാണണം. സോ സ്റ്റേ ട്യൂൺ ടു സ്വയംവരം പവർഡ് ബൈ മഹാലക്ഷ്മി സിൽക്സ്. ഒരു ഹിന്ദു കല്യാണത്തിന് പെൺകുട്ടിക്ക് സാരി മാറേണ്ടത് 3 തവണയാണ്. സോ കാർത്തികയുടെ കല്യാണത്തിനും ഇതുപോലെ 3 സ്പെഷ്യൽ ആയിട്ടുള്ള ഡിസൈൻ ചെയ്ത സാരീസാണ് കാർത്തിക മാറിയിരിക്കുന്നത്. ഈ എല്ലാ സാരികളും ഡിസൈൻ ചെയ്തേക്കുന്നത് ട്രിവാൻഡ്രത്തിലുള്ള അഹം ബൊട്ടീക്കിലാണ്. സോ ആദ്യത്തെ സാരി ഓഫ് കോഴ്സ് പെണ്ണ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉടുക്കുന്ന ഒരു സാരി. അതിനുശേഷം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ട്രഡീഷണൽ സ്റ്റൈൽ ഓഫ് സാരിയാണ് യൂഷ്വലി ഇടാറുള്ളത്. സോ കാർത്തിക അതുപോലെ തന്നെ ഒരു കേരള സ്റ്റൈലിൽ പ്രത്യേക എംബ്രോയിഡറി വർക്കും പ്രത്യേക തരത്തിലുള്ളൊരു വർക്ക് സ്ലീവ്സിലാണെങ്കിലും സാരിയുടെ ജെറിയിലാണെങ്കിലും ഒരു പ്രത്യേക എക്സ്ട്രാ വർക്ക് ചെയ്തേക്കുന്ന ഒരു സ്പെഷ്യൽ സാരിയാണ് ഉടുക്കുന്നത്. ആൻഡ് അതിനുശേഷം വീട്ടിലേക്ക് മടങ്ങുമ്പം ഇടുന്ന 3ാമത്തെ സാരി. കല്യാണത്തിൻ്റെ തലേദിവസവും ഇതുപോലെ ഒരു ഫംഗ്ഷൻ വീട്ടിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു മൈലാഞ്ചി കല്യാണം. അതായത് ഇപ്പം മെഹന്തി മൈലാഞ്ചി കല്യാണം പല പേരിൽ ഇപ്പോൾ അറിയപ്പെടാറുണ്ട്. സോ ഇന്നത്തെ ഒരു ഗെറ്റ് ടുഗദറാണ് ബേസിക്കലി. പെണ്ണിനെ നല്ലോണം പാമ്പർ ചെയ്ത് അവർക്ക് മൈലാഞ്ചിയൊക്കെ ഇട്ട് ചിലവർ മധുരമൊക്കെ കൊടുത്ത് അതുപോലെ തന്നെ റാഗിങ് സെഷൻസും ഒരുപാട് ഫണ്ണും എൻ്റർടൈൻമെൻറ്റും ഉള്ളൊരു ഈവനിങ് ആണ്. സോ കാർത്തികയുടെ മൈലാഞ്ചി കല്യാണം നടന്നത് കോട്ടയത്താണ്. സോ അന്നത്തെ ഒരു ഡ്രസ് കോഡ് എന്ന് പറഞ്ഞാൽ ഒരു ധാവണി, കുറച്ചുകൂടി ട്രഡീഷണൽ സ്റ്റൈലായിട്ടുള്ളൊരു ധാവണിയൊക്കെ എടുത്താണ് കാർത്തിക ഡ്രസ്സ് ചെയ്തത്. ആൻഡ് മേക്കപ്പിലും ഹെയർ സ്റ്റൈലിലും ഒരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ എല്ലാവരും മോഡേൺ കണ്ടംപററി എന്നൊക്കെ പറയുമ്പോൾ കാർത്തിക കുറച്ചൊരു വിൻറ്റേജ് ലുക്ക് കൊണ്ടുവരാനാണ് ശ്രമിച്ചത്. സോ ഒരു 60s 70s സ്റ്റൈലിൽ പോപ്പുലർ ആയിട്ടുള്ള ഹൈ ആയിട്ട് മുടിയൊക്കെ കെട്ടി ആ ഒരു വാലിട്ട് കണ്ണൊക്കെ എഴുതി ആ ഒരു ലുക്കാണ് കാർത്തിക കൊണ്ടുവരാൻ ശ്രമിച്ചത്. സോ അന്നത്തെ ഈ മൈലാഞ്ചി കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് കാണാം.
ആൻഡ് കാർത്തിക. ഇവരുടെ ഒരു ടിപ്പിക്കൽ ട്രഡീഷണൽ കേരള ഹിന്ദു സ്റ്റൈൽ ഓഫ് വെഡിങ് ആണ്. സോ ഇവരുടെ ഒരു രീതി അനുസരിച്ച് പെൺകുട്ടിയുടെ സൈഡാണ് കല്യാണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ കാർത്തികയുടെ നാട് കോട്ടയം ആയതുകൊണ്ട് കോട്ടയത്താണ് ഇവരുടെ കല്യാണം നടക്കുന്നത്. ഒരു ഗ്രാൻഡ് വെഡിങ് അഫെയർ തന്നെയാണ്. മോർ ദാൻ 2000 ഇൻവൈറ്റഡ് ഗെസ്റ്റ്സ് ആണ് ഈ ഒരു വെഡിങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കുക. സോ അവിടെ ചെന്ന് അവിടുത്തെ ഒരു കല്യാണ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം. കല്യാണം നടക്കാൻ തീർച്ചയായിട്ടും ഒരു സമയമുണ്ട്. അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ കല്യാണം വേണ്ടാന്ന് പറഞ്ഞ ആൾ 2 കൊല്ലത്തിന് ശേഷം കല്യാണം മതിയെന്ന് പറഞ്ഞ ആൾ കാർത്തികേയനെ കണ്ട് ആ നിമിഷം തുടങ്ങി ഹി ഫെൽ ഇൻ ലവ്. പിന്നെ 1 മാസത്തിനുള്ളിൽ അവരുടെ കല്യാണം ഉറപ്പിച്ചു, എൻഗേജ്മെൻറ്റ് നടത്തി, ഇതാ കല്യാണവും ഇത് കഴിഞ്ഞു. സോ ഏതാണെങ്കിലും ഇവർ ഒരു അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും ഇപ്പം ട്രൂലി മാഡ്ലി ഡീപ്ലി ഇൻ ലവ് ആയിട്ടുള്ളൊരു കപ്പിളാണ്, വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു കപ്പിളുമാണ്. സോ ഇതോടെ നമ്മുടെ ട്രിവാൻഡ്രം ജേർണി ഇവിടെ അവസാനിക്കുന്നു. ഉണ്ണികൃഷ്ണനും കാർത്തികയും വിഷിംഗ് ദം ഓൾ ദി ബെസ്റ്റ് വിഷസ് ഫോർ എ ഹാപ്പി മാരിഡ് ലൈഫ്. മറ്റൊരു കല്യാണമായിട്ട് അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ദിസ് ഇസ് റോസിൻ ജോളി സൈനിങ് ഓഫ് ഓൺ സ്വയംവരം പവർഡ് ബൈ മഹാലക്ഷ്മി സിൽക്സ്.